Rolling up black windows when you go down. You must be crazy if you think that I'ma slow down. Don't wanna hear it talking shit for the drama. Keep it coming up, think you got a armor. So whip, 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 got the gun down. Drop the body in the place till the sun's out. Let it fly, I'm the last one to die. ന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് 2014 മോഡല് ഒരു അൾട്ടോ കേട്ടനാണ് കേട്ടോ. ഫുൾ ഓപ്ഷൻ വണ്ടി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നത് 2013 അൾട്ടോ കേട്ടനായിരുന്നു ഫുൾ ഓപ്ഷൻ വണ്ടി. ആ വണ്ടി സെയിലായിട്ടുണ്ട്. ആ സെയിലിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതേ ക്വാളിറ്റിയിലുള്ള അല്ലെങ്കിൽ 2014 മോഡലാണ് ഫുൾ ഓപ്ഷൻ വണ്ടി. അതായത് AC, പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ടിൻ്റെ ഒരു പവർ വിൻഡോ വരുന്ന ഫുൾ കണ്ടീഷൻ ആയിട്ടുള്ള ഏകദേശം അവർ 47 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു അൾട്ടോ കേട്ടൻ. അപ്പോൾ ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പോയാലോ? വാ. അപ്പോൾ 2014 മോഡല് സെക്കൻഡ് ഓണർഷിപ്പിൽ ആകെ 47 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടിയാണ്. എൻ്റെ ഇൻസൈഡ് ആദ്യം കാണിച്ചത്. ഫുൾ ക്ലിയർ ആണ് കേട്ടോ. പക്ക ക്ലിയർ ആണ്. ഒരു ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. ഇൻസൈഡിൽ യാതൊരു വർക്കുകളും പെൻഡിങ് ആയിട്ട് ചെയ്യാനില്ല. സീറ്റ് കവറൊക്കെ ആണെങ്കിലും ഫുൾ ക്വാളിറ്റിയുള്ള സീറ്റ് കവർ വരുന്നുണ്ട്. ഇന്നർ സൈഡുകളെല്ലാം വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. കിലോമീറ്ററും കാണിച്ചു തരാം. 47,824 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഫ്രണ്ട് പവർ വിൻഡോ വരുന്നുണ്ട്. ബാക്ക് സീറ്റ് കാണിച്ചു തരാം. ഫുൾ ബോഡി ഒരു ഡാമേജോ കാര്യങ്ങളോ ഇല്ല. പക്ക ക്വാളിറ്റിയിലാണ്. ഒരു പെയിൻറ്റിങ്ങിൻ്റെ ആവശ്യം, ഒരു പോളിഷിങ്ങിൻ്റെ ആവശ്യം ഒന്നും ചെയ്യാനില്ല. എല്ലാ ഭാഗവും ക്ലിയർ ആണ്. ഫുൾ ക്ലിയർ ആണ്. അതായത് 2014 മോഡൽ VXI ഓപ്ഷൻ സെക്കൻഡ് ഓണർഷിപ്പിൽ 47 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. AC, പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് രണ്ട് ഡോർ പവർ വിൻഡോ, 4 ടയറും ഫുൾ അത്യാവശ്യം ഒരു 60% മേലൊക്കെ ടയർ കണ്ടീഷൻ വരാൻ രീതിയിലുള്ള കണ്ടീഷൻ ടയറുകളുണ്ട്. അതായത് ഫുൾ ക്വാളിറ്റിയിലുള്ള വണ്ടി. അതിൻ്റെ റേറ്റും നമ്മൾ ചോദിക്കുന്നത് 2,28,000 രൂപയാണ്. ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ വീഡിയോക്കും റേറ്റ് കുറേ കൂട്ടി പറഞ്ഞാൽ കഴിഞ്ഞ 2013 വണ്ടി നമ്മൾ 2,15,000 രൂപയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 2,15,000 2013 പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് 2014 നമുക്കതിൽ ഏകദേശം 2 ലക്ഷം വരെ നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അപ്പോൾ റേറ്റിൻ്റെ കേസ് പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ 2,28,000 രൂപയാണ് ചോദിക്കുമെന്ന് പറഞ്ഞു. നമ്മൾ 2013 മോഡൽ 2,15,000 രൂപ നമുക്ക് വണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അതും ഇതും. അപ്പോൾ ക്വാളിറ്റി ഉള്ള വണ്ടികൾക്ക് എപ്പോഴും ക്വാളിറ്റിയുള്ള റേറ്റ് തന്നെയാണ് വരിക. കുറച്ച് റേറ്റ് കൂടുതലുണ്ടാകും. അതായത് ഒരുപാട് റേറ്റ് കമ്മിക്ക് പലയിടത്തും വണ്ടി കിട്ടാനുണ്ടാവും. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി കൂടി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. റേറ്റിൻ്റെ കീഴിൽ പലരും സംസാരിക്കുമ്പോൾ ആ കാര്യം കൂടി ചെക്ക് ചെയ്യണം. അതായത് 2014 മോഡൽ ഒരു വർക്കും പെൻഡിങ് ഇല്ലാത്ത, അതായത് 2014 AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ എല്ലാം വർക്കിംഗ്, സെറ്റ് വർക്കിംഗ്, 4 ടയറും ഏകദേശം 60% മേലെ ടയർ കണ്ടീഷൻ വരുന്ന ഹൈ ക്വാളിറ്റി വണ്ടി. ഇൻഷുറൻസ് ഏകദേശം 2025 5-ാം മാസം വരെ ഇൻഷുറൻസ് വരുന്ന, ബോഡി എവിടെ ഒരു സ്ക്രാച്ചോ ഡാമേജോ കാര്യങ്ങളോ ഇല്ലാത്ത പക്ക ക്വാളിറ്റി വണ്ടി. അപ്പോൾ റേറ്റും ഏകദേശം 2 ലക്ഷം ആ റേഞ്ച് വരുന്നുണ്ട്. നമുക്കതിൽ 2 ലക്ഷം രൂപ ലോണും ചെയ്ത് കൊടുക്കാം. വെറും 28,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാം. അപ്പോൾ ഈ വണ്ടി ആവശ്യക്കാർ കോൺടാക്ട് ചെയ്തോളൂ. കോൺടാക്ട് ലിസ്റ്റൊക്കെ താഴെ കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇട്ടതിന് ശേഷം, അതായത് 2013 വണ്ടി ഇട്ടതിന് ശേഷം തന്നെ ഫസ്റ്റ് തന്നെ കോൺടാക്ട് ചെയ്തു. ആ വണ്ടി പെട്ടെന്ന് ഡെലിവറി ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് ആൾക്കാർ ആ വണ്ടിക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ വണ്ടി നമുക്ക് സെയിലായി പോയി. അപ്പോൾ അതേ ക്വാളിറ്റിയിലുള്ള ഫുൾ കണ്ടീഷനായിട്ടുള്ള 1 വർഷം കൂടുതൽ മോഡലുള്ള, അതായത് 2013 ആയിരുന്നു മറ്റേ വണ്ടി, ഇത് 14 മോഡല്. അപ്പോൾ ഇത്രയും കണ്ടീഷനുള്ള വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ വെച്ചെങ്കിൽ ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്തോളി. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ലയിൽ കുളപ്പുള്ളി ആറാണി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. തൃശ്ശൂർ ഷൊർണൂർ കഴിഞ്ഞ് കുളപ്പുള്ളി, മലപ്പുറം പട്ടാമ്പി കഴിഞ്ഞ് കുളപ്പുള്ളി, പാലക്കാട് ഒറ്റപ്പാലം കഴിഞ്ഞിട്ടാണ് കുളപ്പുള്ളി ആറാണി വരുന്ന സ്ഥലമുള്ളത്. ഇത്രയും വ്യക്തമായിട്ട് പറയണത് ഒരുപാട് ആൾക്കാർ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കണം. ലൊക്കേഷൻ അറിയാത്തതുകൊണ്ടും ഇവിടെ അധികം ഷോപ്പുകൾ ഇല്ലാത്തത് കൊണ്ടും, പിന്നെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്താണ്. അതായത് ഏകദേശം ഒരു 2 കിലോമീറ്ററിനുള്ളിലാണ് നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ, അവിടെ നമ്മുടെ ലൊക്കേഷനിലേക്കുള്ളൂ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും